റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശരീരത്തെ സ്നേഹിക്കുക എന്നത് മാത്രമല്ല, അവിടുത്തെ ശരീരത്തിനെയും അതിലേറെ സ്നേഹിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹിയുടെ ശരീരത്തെ സ്നേഹിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇന്നും മുസ്ലിങ്ങളല്ലാത്ത പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരവോടെ കൂടെ കാണുന്നവരുണ്ട്, അവിടത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ആ സ്നേഹം പോരാ വിശ്വാസികളാകാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ താലിബ് ദീർഘമായ 40-ലേറെ വർഷക്കാലം, 4 പതിറ്റാണ്ടിലേറെ കാലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൗതികമായ സംരക്ഷണം നൽകിയ ആളാണ്. അബൂ താലിബ് സ്നേഹിച്ചത് നബിയുടെ ഭൗതിക ശരീരത്തെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിനെയല്ല. അതുകൊണ്ട് തന്നെ അബൂ താലിബ് നരകത്തിലാണെന്ന് നമുക്കറിയാം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് അബൂ താലിബ്. ആ ശിക്ഷ തന്നെ അസഹ്യമാണ്, സഹിക്കാൻ കഴിയുന്നതല്ല. നമ്മൾ ഓർക്കുന്നത് അബൂ താലിബ് റസൂലുള്ളാഹിയോട് സ്നേഹമുള്ള ആളാണ്. പക്ഷേ അയാൾ സ്നേഹിച്ചത് നബിയുടെ ഭൗതികമായ ശരീരത്തെ മാത്രമാണ്. നബിക്ക് ഭൗതികമായ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുക, ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നൊരു ഭൗതികമായ കവചമായി മാറുക എന്നതിനപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിനെ സ്നേഹിക്കുവാനോ ആ ആദർശത്തെ ഉൾക്കൊള്ളുവാനോ അയാൾ ശ്രമിച്ചില്ല എന്നതാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ ആത്യന്തികമായ അപകടത്തിന്റെയും ശിക്ഷയുടെയും കാരണമെന്നത് വിശുദ്ധ ഖുർആനിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ചര്യയെ ഉത്കടമായി സ്നേഹിക്കുക, അവിടുത്തെ ശരീരത്തെയും സ്നേഹിക്കുക. അത് രണ്ടും വേണം. രണ്ടും ഉൾച്ചേരുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത്. അങ്ങനെയുള്ള സ്നേഹം പ്രകടിപ്പിച്ചവരാണ് സ്വഹാബ. ഞാനിവിടെ ഓതിക്കേൽപ്പിച്ച സൂറത്ത് തൗബയുടെ 24-ൽ അല്ലാഹു തആല എണ്ണി പറയുന്ന മാതാപിതാക്കളെ, നിങ്ങളെ സന്തതികൾ കച്ചവടം തുടങ്ങിയ സകലവാന കാര്യങ്ങളെക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരം അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും അവന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരവുമാകണമെന്ന് പറഞ്ഞല്ലോ. അത് സമ്പൂർണമായി നമുക്ക് പ്രവാചകൻ അനുചരന്മാരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണാൻ പറ്റും.